വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ചീരത്തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വാടി വരാനായിട്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചീര അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരിയണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതാ അതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചീരയിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കഴുകിയെടുത്ത ആ വെള്ളം തന്നെ മതിയാവുന്നതാണ് കേട്ടോ. ഉപ്പ് എല്ലായിടത്തും ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ വെള്ളം വറ്റണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇലക്കറികളൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത് പറയാൻ കാരണം ഇവിടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചീര ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ കുറച്ച് തേങ്ങയാണ് കേട്ടോ, ഞാൻ ഒരു പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് കേട്ടോ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നടുഭാഗത്തെ ചീര മാറ്റിയതിന് ശേഷം നമ്മളൊരു കോഴിമുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇളക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നമ്മൾ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.